ഇതാ ആരുടെ ഔദാര്യം സ്വീകരിക്കാൻ പോണ്ട. ഒരുത്തനൊരു ചായ വാങ്ങിത്തന്നത് കുടിച്ചാൽ പിറ്റേന്ന് നമ്മൾ പിന്നെ എന്താക്കേണ്ടി ചായ അങ്ങോട്ടും കൊടുക്കേണ്ടി വെറും കുടിക്കുന്ന ആളായ പറ്റൂലല്ലോ. ഇങ്ങോട്ട് കുടിക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ കുടിക്കുമ്പോൾ കൊടുക്കലും എന്താണ് അതിന്റെ ബാധ്യതയാണ്. ചീറ്റിയാകാൻ വേറെ വല്ലതും പോകണം. മറ്റൊരു ഹോബിയാണ് ആവശ്യം എങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചാതിപ്പുറ ഒന്നിങ്ങനെ പോവുക, ഒന്ന് അങ്ങോട്ട് പോവുക എന്ന് പറയും, ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവുക. അനാവശ്യമായ യാത്രക്ക് ആവശ്യമില്ലാതെ അന്യന്റെ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുക. ഔദാര്യം ഇങ്ങോട്ട് സ്വീകരിച്ചാൽ പോലും സ്വീകരിക്കുന്നവരാകാൻ പറ്റില്ല, തിരിച്ചങ്ങോട്ടും ഔദാര്യം ചെയ്യേണ്ടി വരും. അത് ആ ഔദാര്യം സ്നേഹബന്ധത്തിലേക്ക് കാരണമാകും. സ്നേഹം മൂത്താ പിന്നെ വാപ്പുണ്ടാവൂല, അമ്മ ഉണ്ടാവൂല, അപ്പാപ്പുണ്ടാവൂല, നമുക്ക് കിട്ടുന്ന പൈസ മുഴുവൻ എതിരെ ഉണ്ടാവും. അതുകൊണ്ട് ബഹുമാനികളെ, ഈ നിലക്ക് ബോധമുള്ള പ്രായമാകുമ്പോൾ അവരെ ധരിപ്പിക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുമെങ്കിൽ ആ ബോധമുള്ള പ്രായമാകുന്ന കുട്ടികൾ വരെ പ്രായമാകുന്നത് വരെ ആ കുട്ടികൾക്ക് ഉപദേശിച്ച് നന്നാക്കാൻ കഴിയില്ല, പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ കഴിയില്ല. അതിനുള്ള മാർഗം അവർ വഴിതെറ്റിപ്പോകാതെ, അവരതിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തിപ്പോകാതെ അതിനുള്ള സംരക്ഷണവും ശിക്ഷണവും സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് മാർഗം. ഇതിനു വേണ്ടിയാണ് നമ്മുടെ ചിന്താശീലമുള്ള വലിയ ചിന്തകന്മാരായ മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിത നേതാക്കൾ പഴയ കാലത്തൊന്നുമില്ലാത്ത വിധം ഇങ്ങനെ പുതിയ ഒരു സംസ്കാരം, ബോർഡിംഗ് സംസ്കാരം കൊണ്ടുവരാൻ അവർക്ക് പ്രചോദനമായത്. അതുകൊണ്ട് ബഹുമാനികളെ, ഇത് വളരെ ആവശ്യമുള്ളൊരു വിഷയമാണ് എന്ന് സ്വാജി ഇങ്ങോട്ട് വരി വിരാജി വളരെ ആവശ്യമുള്ളൊരു വിഷയമാണ് എന്ന് നാട്ടിന്റെ ഉപറാക്കളായ നമ്മളൊക്കെയും മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഒരു കാര്യവും കൂടി പറയട്ടെ. ഒരു സമൂഹത്തിന്, സമുദായത്തിന് വളരെ ആവശ്യമുള്ള ഇത്തരം വിഷയങ്ങൾ അത് ഇവിടെ നടപ്പിൽ വരുത്തുകയും അതിനാവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിനാവശ്യമായ ഇത്തരം സേവനങ്ങൾ ചെയ്യുക എന്നത് ഓരോ പ്രദേശത്തിലെയും പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. സമ്പന്നരായ ഉമറായിന്റെയും ബാധ്യതയാണ്. സമ്പന്നർ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാത്തവർ വേണ്ടത് എല്ലാവരും ചെയ്യണം. ഓരോരുത്തരും കഴിവിനനുസരിച്ച് ചെയ്തേ പറ്റൂ. പണക്കാരന്റെ സ്ഥിതി അനുസരിച്ച്, പണമില്ലാത്തവൻ അവന്റെ സ്ഥിതി അനുസരിച്ച്, ഓരോ വിശ്വാസിയും അവരവരുടെ കഴിവനുസരിച്ച് ഇത്തരം ബാധ്യതകൾ സാമൂഹ്യ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി സഹായിച്ചേ പറ്റും. ബാധ്യത പല നിലക്കുണ്ട്. രണ്ട് വിധമുണ്ട്. ഏതാ രണ്ട് വിധം? ഒന്ന് വ്യക്തിപരം, സ്വന്തം വ്യക്തി ജീവിതത്തിൽ ആവശ്യമായ ബാധ്യത ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ടത്. മറ്റൊന്ന് സാമൂഹികം. ഇവിടെ ഇപ്പോ ഒരു ബോർഡിംഗ് മദ്രസ ഉണ്ടാക്കുക ഒരു വ്യക്തിക്ക് കഴിയോ? ഒരു വാപ്പക്ക് കഴിയുന്നതല്ല. അതേ സ്ഥാനത്ത് ഒരു പ്രദേശത്തെ സമ്പന്നരും പാവപ്പെട്ടവും എല്ലാവരും കൂടി ഒത്തുപിടിച്ച് ഒരു മദ്രസയുണ്ടാക്കി ആ മദ്രസ നടത്തിക്കൊണ്ടുപോകാനുള്ള വരുമാനം, അതിന്റെ നടത്തിപ്പിന്റെ വഴികൾ എല്ലാവരും കൂടി സഹായിച്ച് സഹകരിച്ച് ഒത്തുപിടിച്ചാകുമ്പോൾ അതങ്ങനെ ഭംഗിയായിട്ട് നടന്നു പോകും. അതേ സ്ഥാനത്ത് ഇതൊരു സാമൂഹ്യ ബാധ്യതയാണ്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിന് ആവശ്യമായ ഓരോ സാമൂഹ്യ ബാധ്യതകളും സമൂഹം അത് ഏറ്റെടുക്കേണ്ടതാണ്. സമൂഹം ഏറ്റെടുത്ത് അത് നടപ്പിൽ വരുത്താനും അത് നടക്കാനും ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വഴിയിൽ സാമൂഹ്യ ബാധ്യതയാണ്, അഥവാ നിർബന്ധവാ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യതയാണ്. ഇത് സമൂഹം മനസ്സിലാക്കി ഇതുപോലുള്ള സേവന വഴിയിൽ, ഇതുപോലുള്ള പ്രവർത്തന വഴിയിൽ എല്ലാവരും കൈകോർത്ത് പിടിക്കുകയും എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെ നാടിന്റെ നന്മയും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെ നല്ല ഭാവിയും മാത്രമല്ല ബഹുമാനികളെ, ഇതുകൊണ്ടൊക്കെ നല്ലൊരു പേരുണ്ടാക്കാനല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റാനോ നല്ലൊരു സേവനം ചെയ്തു എന്ന് സമാധാനിക്കാനോ നമുക്കിതുകൊണ്ടൊക്കെ വലിയൊരു പ്രവർത്തനമാണ് ഞാൻ നടത്തിയത് എന്ന നല്ല പേര് സമ്പാദിക്കാനോ അതല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല. അർഹമുർ-റഹീമായ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ആ പടച്ച റബ്ബിന്റെ തിരുഹദറത്തിലേക്ക് പോകേണ്ടവരാണ് നാം നമ്മുടെ കടമകളും ബാധ്യതകളും മനസ്സിലാക്കാതെ, നാം അതിനു വേണ്ട മാർഗങ്ങൾ സ്വീകരിച്ച് ബാധ്യതകൾ തീർക്കാതെ നാം അങ്ങ് അല്ലാഹുവിന്റെ തിരുഹദറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. നാം നമസ്കരിച്ചത് കൊണ്ടായില്ല,
നോമ്പെടുത്തുകൊണ്ട് വ്യക്തി ജീവിതം വളരെ പരിശുദ്ധമാക്കി. ഞാനൊരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചു, എൻ്റെ വ്യക്തി ജീവിതം വളരെ പരിശുദ്ധമാക്കി, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇവിടെ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഓരോ മുസ്ലിമിനും അവന്റെ വ്യക്തിപരമായ ബാധ്യതയുണ്ടെന്ന പോലെ സാമൂഹ്യമായ ബാധ്യതയുണ്ട്. സമൂഹത്തോട് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുണ്ട്. വ്യക്തി ജീവിതം പരിശുദ്ധമാക്കുന്നത് പോലെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി അധ്വാനിക്കാനും കഷ്ടപ്പെടാനും പ്രവർത്തിക്കാനും കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം സമൂഹം. പരിശുദ്ധ ഖുർആൻ ശരീഫ് അല്ലാഹു പറഞ്ഞത് കാണാം, ഒരു വിഭാഗം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയ ആളുകൾ നരകയാതനയും ശിക്ഷയും അനുഭവിക്കുന്ന സമയത്ത് അവര് പടച്ച റബ്ബിനോട് വിളിച്ചു പറയുന്നൊരു വിലാപത്തിന്റെ പ്രാർത്ഥനയുണ്ട്, വിലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബനാ അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിൻസി മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത ഖുദാബിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. നരകവാസികളായ ആളുകൾ നരകത്തിൽ കടന്നുകൊണ്ട് വേദനയും യാതനയും അനുഭവിച്ച് സഹിക്കാവുന്നതിനപ്പുറം പ്രയാസപ്പെടുന്ന സമയത്ത് പടച്ച റബ്ബിനോട് അവൾ വിളിച്ച് പറയുകയാണ്, പടച്ചവരെ, ഞങ്ങൾ തെറ്റ് ചെയ്തത് ശരിയാണ്, കള്ളുകുടിയന്മാരായത് ശരിയാണ്, ഞങ്ങൾ പല അധർമ്മികളായതൊക്കെയും ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയും അധർമ്മികളാകാനുണ്ടായ കാരണം അത് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ നല്ല വഴിയിലേക്കാകണമെങ്കിൽ, ഞങ്ങൾ സത്യത്തിന്റെ വഴിയിലേക്കാകണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളുടെ സമൂഹമായിരുന്നില്ലേ ചെയ്തു തരേണ്ടത്? നമ്മുടെ നാട്ടുകാരായിരുന്നില്ലേ ചെയ്തു തരേണ്ടത്? നാട്ടിന്റെ ഉമറാക്കളായിരുന്നില്ലേ ചെയ്തു തരേണ്ടത്? നമ്മുടെ മാതാക്കളും പിതാക്കളും ഒക്കെ ആയിരുന്നില്ലേ ചെയ്തു തരേണ്ടത്? ഞങ്ങളുടെ കുട്ടിപ്രായത്തിൽ, ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി എന്താണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക? ഞങ്ങൾക്കത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണക്കാരായ ഒരു വിഭാഗം ഞങ്ങളുടെ ഉമറാക്കളായ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാരാണ്, ഉമറാക്കളാണ്, സമ്പന്നരാണ്, നായകരാണ്, ഞങ്ങളുടെ മാതാക്കളാണ്, പിതാക്കളാണ്. അവർക്കൊക്കെയും ഞങ്ങൾ വഴിതെറ്റിയിൽ പങ്കുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. പോരാ, പിശാചിന്റെ ദുർബോധനമാണ്. വലുതാകുമ്പോൾ നമ്മുടെ മനസ്സിൽ പല നിലക്കുള്ള പൈശാചികമായ ദുർബോധനങ്ങളും ഹൃദയത്തിലേക്ക് വരുമ്പോഴല്ലേ വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വഴിതെറ്റിയത് ഞങ്ങളെ കൊണ്ടല്ല. ഇതിൽ വലിയ പങ്കുള്ള രണ്ട് വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. അവർക്ക് ഞങ്ങളുടെ ഇരട്ടി ശിക്ഷ അവർക്ക് നീ കൊടുക്കണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് വിലപിച്ച് പറയുമെന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിക്കുകയാ. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, വലിയ സാമൂഹ്യ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ തങ്ങളവറുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് മാത്രമേ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടാകാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും എല്ലാ നിലക്കുള്ള പിന്തുണയും കൊടുത്ത് നിങ്ങളുടെ ശാരീരികമായ സേവനം ആവശ്യമുള്ളിടത്ത് ശാരീരികമായ സേവനം, പണം ആവശ്യമുള്ളിടത്ത് പണക്കാരൻ്റെയും സാധുവിൻ്റെയും വിഹിതമനുസരിച്ചുള്ള പണം, അതുപോലെ മറ്റേതെല്ലാം നിലക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളാണ് അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്ത് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ തങ്ങളും ഇതിന്റെ നേതൃത്വം നൽകുന്ന മാനേജ്മെന്റും അവര് അതിനുള്ള നേതൃത്വം നൽകി അങ്ങനെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി രൂപം നൽകി അത് വളർന്നു വരുമ്പോൾ അതിന്റെ ഫലം ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അനുഭവിക്കാൻ പറ്റും. ഇന്ന് നമ്മളൊരു സ്റ്റേജിലേക്ക് വളർത്തിയാൽ നമ്മുടെ പിൻഗാമികൾ അവിടെ അങ്ങോട്ട് വളർത്തും, അല്ലേ? അതേ സ്ഥാനത്ത് നമ്മൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാലോ, ഒന്നും ചെയ്തില്ലെങ്കിലോ, നമ്മൾ ആയുസ് അങ്ങനെ തീർന്നാൽ പിന്നെ നമ്മുടെ പിൻഗാമികൾക്ക് അത് വലിയ ഭാരമാവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആയുഷ്കാലത്ത്, നമ്മുടെ ജീവിതകാലത്ത് എത്രയെല്ലാം സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെയും ചെയ്തു കൊടുക്കുക എന്നത് ഒരു സാമൂഹ്യ വ്യക്തി എന്ന നിലക്ക് സാമൂഹ്യ ബാധ്യതയാണ്, എൻ്റെ കടമയാണ്, എൻ്റെ ദീനിന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കി ഇത്തരം വിഷയങ്ങൾ സജീവമാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.